ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരു Q&A ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി സെറ്റാക്കണം. ഇതിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസിലുള്ളത് എന്താണ്, വീഡിയോ എന്താ ചെയ്യാത്തത്, എന്താണ് പഴയ പോലെ ആക്റ്റീവ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇവിടെ എന്നാൽ അച്ഛനും അതും കൂടി ഇവിടെ കളിക്കേണ്ടത്. അതാണ് സൗണ്ട് കേൾക്കണത്. സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല, കുറച്ച് വിട്ടിട്ടാണ് വെക്കുന്നത്. ഞാൻ ട്രൈപോഡ് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ട്രൈപോഡ് എടുക്കാണ്ടേ വന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാട്ടോ. ഇവരോട് ചിലപ്പോൾ ചോദിക്കൂ, അതാണ് ഇവരും കൊണ്ടിരിക്കുന്നത്, വേറെ ആരുമില്ല. അയ്യോ, നല്ല ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു രഞ്ജിനി ശ്രീനിവാസൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ജോലി എന്താണ്? എൻ്റെ അച്ഛൻ്റെ ജോലിയാണെന്നുണ്ടെങ്കിൽ വെൽഡറാണ് കേട്ടോ. അവിടുത്തെ അച്ഛൻ്റെ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ എല്ലാ ജോലിക്കും പോകും. എന്താ പറയുക, നാട്ടുപണിക്ക് എല്ലാത്തിനും പോകും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ജോലി അച്ഛൻ അങ്ങനെ പോകണമെന്നില്ല, അവിടെ എല്ലാ ജോലിക്കും പോകും. ഇവിടെ അച്ഛൻ വെൽഡിങ്ങിന് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഒരു പൊന്നൂട്ടി ചോദിച്ചിട്ടുണ്ട്, ചേച്ചീനെയും മക്കളെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നിൻ്റെ ചേച്ചീനെയും മക്കളെയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണമെന്നില്ല. എൻ്റെ വീട്ടിൻ്റെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ചടുത്തേക്ക് തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഞാനവിടെ പോകലുണ്ട് കേട്ടോ. അങ്ങനെ മിസ്സിങ് ഒന്നുമില്ല, ഉണ്ടാകുമ്പോൾ ഞാൻ പോകലുണ്ട്. ഇവിടേക്ക് വരണ പോലെ അവിടേക്ക് പോകും കേട്ടോ. പിന്നെ ഒരു ഗീതു ചോദിച്ചിട്ടുണ്ട്, അഗിയേട്ടനോടാണ് ചോദിച്ചിരുന്നത്, എന്താണ് മിന്നു ചേച്ചീനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നുള്ളത്. അത് ഇനി ഏട്ടൻ വന്നാലേ നടക്കുള്ളൂ കേട്ടോ. ഏട്ടൻ ഇപ്പോൾ വീഡിയോയിലില്ല, ഏട്ടന് കുറച്ച് വയ്യാത്തതുകൊണ്ട് വീഡിയോയിൽ വന്നിട്ടില്ല, അതാണ്. പിന്നെ ഒരു ദിവസം ഏട്ടനെ വെച്ചിട്ട് നമുക്ക് വേറൊരു Q&A ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, ഒരു വിച്ചു ചോദിച്ചിട്ടുണ്ട്, വിച്ചു 487, അമ്മൂൻ്റെ കല്യാണം ഉണ്ടോന്ന്. ഇതാണ് അമ്മു കേട്ടോ. അമ്മൂൻ്റെ കല്യാണം ഉണ്ടോന്ന്. കല്യാണം ഉണ്ട്, കല്യാണം പഠിത്തന്നെ ഉണ്ട്, നമ്മൾ പിന്നെ റിവീൽ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സരിത ചോദിച്ചിട്ടുണ്ട്, അമ്മൂൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എവിടുന്നാണ്, അമ്മൂൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചതാണ് കേട്ടോ. പിന്നെ അമ്മു ആരാണെന്ന്, അമ്മൂൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോളാണ്. പിന്നെന്താണ്, റാഷിദ് ചോദിച്ചിട്ടുണ്ട്, അറിയൂ മിസ് MBHS, നിൻ്റെ സ്കൂളിലുള്ള ആരോ ആണ് തോന്നുന്നുണ്ട്. റാഷിദിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട്, പഴയ കാലം എന്തായാലും മിസ് ചെയ്യുമല്ലോ എല്ലാവരും, നമ്മളെ പഴയ പഠിച്ച സ്കൂളും ഒക്കെ മിസ് ചെയ്യും. പിന്നെ ഫാത്തിമ ഷെറിൻ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാ വിശേഷം? നല്ല സുഖമാണ്, ഷെറിയാണ് ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ MLTക്ക് പഠിച്ച ഷെറിയാണ്. സുഖമാണ് ഡി, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് കൂടി. ഈ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയിട്ടാ. പിന്നെ സുബിഷ, ഇവർ രണ്ടാളും ഫോണിലാണ്, എന്താ ചെയ്യുക? സുബിഷ ചോദിച്ചിട്ടുണ്ട്, ടാട്ടൻ ഇഷ്ടം ക്യൂട്ട് കപ്പിളാണെന്നുള്ളത് അയച്ചിട്ടുണ്ട്. ഓരെന്നെ വീണ്ടും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോൻ എത്ര വെയിറ്റ് ഉണ്ട്? മോന് വെയിറ്റ് 12 ആണ് ഉള്ളത്. 12 അങ്ങോട്ട് കൂടണമില്ല കുറയണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ കാവ്യ ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് മൂവി. എൻ്റെ ലാസ്റ്റ് മൂവി ആണെന്നുണ്ടെങ്കിൽ നമ്മളന്ന് ലാസ്റ്റ് മൂവി കണ്ടത് പടക്കളോട്ടോ, അതാണ് കണ്ടത്, അല്ലാണ്ട് വേറെ പോയി കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ചോദിച്ചത് അദിനാൻ ചോദിച്ചിട്ടുണ്ട്, അദിനാൻ 4577, അമ്മു മീൻസ് ആരാണ്? എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഓക്കെ. ശരണ്യമോള് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഇനി ഡെയിലി വേണം. ഓക്കെ, ഡെയിലി ചെയ്യാം, എന്തായാലും ഞാൻ ഡെയിലി ഇനി വീഡിയോ ചെയ്യും. അല്ലല്ല, ഇത് വേറെ. പിന്നെ ഒരു വിക്കി ചോദിച്ചിട്ടുണ്ട്, വിക്കി 111 കേട്ടോ. കുട്ടു എന്നാണോ വിളിക്കാറ്? ഏട്ടനെ ഞാൻ കുട്ടു എന്നാണ് കേട്ടോ വിളിക്കൽ. പിന്നെ ദേവിക ശ്രീ ചോദിച്ചിട്ടുണ്ട്, മേമ എവിടെ കാണാനില്ലല്ലോ? എൻ്റെ മേമയാണെന്നുണ്ടെങ്കിൽ മേമ ഇപ്പം ഇല്ല, മേമ മരിച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെന്താ, വെറൈറ്റി വീഡിയോസ് ചെയ്യണം ഇനി വെറൈറ്റി വീഡിയോസ്. അത് ഈ ദേവിക ശ്രീ തന്നെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, ഹേ ഏഞ്ചൽ ക്യൂൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ്. പിന്നെന്താണ്, ഡാൻസർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഡാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഡാൻസർ ആണോ? ഓക്കെ. പിന്നെന്താ, അബിക്കുട്ടൻ, അമ്മു ആരാണ്? യൂട്യൂബ് ചാനലിൽ കണ്ടു, ടീംസ് ഡ്രസ്സ് അടിപൊളി, വാങ്ങിയതാണോന്ന്. അമ്മു വീണ്ടും അമ്മുൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഓൾ ഇവിടെയാണ് നിൽക്കണത്, അവിടേക്കും പോവും. ഇവിടെ ഉണ്ട്, ടീംസ് ഡ്രസ്സ് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. അത് വാങ്ങിയതല്ല കേട്ടോ, ഞങ്ങൾ തയ്പ്പിച്ചത്, ഞങ്ങളെല്ലാവരും ഞങ്ങൾ തയ്പ്പിച്ചത് തന്നെയാണ് കേട്ടോ.
പിന്നെ പിള്ളേഴ്സിൻ്റെ മാത്രമാണ് വാങ്ങിയത്. പിന്നെ അദിനാൻ ചോദിച്ചിട്ടുണ്ട് മോൻ്റെ ഫുൾ നെയിം എന്താണ്. എഡ്വിനാദം എന്നാണ് കേട്ടോ. അവൻ്റെ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, എഡ്വിനാദം എന്നുള്ളത്. ടാറ്റു ഗേൾ. പിന്നെ ശേല ചോദിച്ചിട്ടുണ്ട്, അച്ചുമ്മ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. ഹൈ ഹൈ ഹൈ. എന്താ ഷെഫ്ന ഷെറി, നീ ലൈഫ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകും. പിന്നെന്താ വിന്ദു ഹസ്ബൻഡിന് ബ്രദർ ഉണ്ടോ, നെയിം എന്താണ്, മാരീഡ് ആണോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ബ്രദറുണ്ട്, ബ്രദർ മാരീഡാണ്, പേര് സഗീൽ എന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ, അച്ഛൻ, ഹസ്ബൻഡിനൊരു ഏട്ടനുണ്ട്, ഏട്ടൻ്റെ വൈഫ്, കുട്ടിയുണ്ട്, പിന്നെ ഞാൻ, ഏട്ടൻ, മോനുണ്ട്. പിന്നെന്താണ് എൻ്റെ ഫോൺ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. IQZ6 ആണ് കേട്ടോ. ബ്ലാക്ക് ഗേൾസ് ചോദിച്ചിട്ടുണ്ട്. ഡ്രസ് സ്റ്റൈല് സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ പൂജ ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മെലിയ ആണല്ലോ എന്ന്, എന്താ ചെയ്യുക, അത് പിന്നെ പാരമ്പര്യമാണ്. ചേട്ടന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന്. ഏട്ടനിങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏട്ടനെ അധികം വെറുപ്പിക്കൽ ഏട്ടന് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടക്കേട് എന്ന് പറയാനൊന്നുമില്ല, അങ്ങനെയൊന്നും പറയലൊന്നുമില്ല. റാശി, ടാറ്റു ഇവിടുന്ന് അടിച്ചതെന്ന്. ടാറ്റു നമ്മളെവിടുന്നാണ് ടാറ്റു? ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ അങ്ങനെ അടിച്ചതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ഓരോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡാർക്ക് ഗേൾസ് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ഡ്രസ്സ്. ജീനും ടോപ്പും, അതാണല്ലോ കംഫേർട്ട്. പിന്നെ സൽമാൻ ഫാരിസ് ഏഞ്ചലേന്ന് വിളിച്ചിട്ടുണ്ട്. ഹൈ ഹൈ ഹൈ. മിത്ര ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തന്നെ വീഡിയോ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. സെറ്റാക്കും എന്തായാലും. ആദ്യത്തെ ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചോ. ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അഖിലാൽ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇടുമോ. ഷോർട്ട് വീഡിയോ ചെയ്യൂട്ടോ എന്ന്. ഷോർട്ട് വീഡിയോ ചെയ്യാം, ഇനി മുതൽ എന്തായാലും ഷോർട്ട് വീഡിയോ ചെയ്യും. വിഷ്ണു വിച്ചു ചോദിച്ചിട്ടുണ്ട് ടാട്ടൻ എന്നാണോ വിളിക്കാറ് എന്ന്. അതെ, ടാട്ടൻ തന്നെ വിളിക്കല്. ബാനു ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. മിസ് ചെയ്യുന്നുണ്ട് എന്നാലും മിസ് ചെയ്യലൊക്കെ ഉണ്ട്. പഴയ ലൈഫ് നല്ല മിസ് ചെയ്യലുണ്ട്. ഫേവറേറ്റ് കളർ എന്താണ്? ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ജോലി ഏട്ടപ്പോൾ ഇ-കോമിലാണ്, മീഷോ അല്ലേ ഡെലിവറി, അതാണ്. പിന്നെ ഡ്രസ്സൊക്കെ എവിടുന്നാണ് സ്റ്റിച്ചിങ് ആണോന്ന്. സ്റ്റിച്ച് ചെയ്യലാണ് അധികം. ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യൽ തന്നെയാണ്. പിന്നെ വാങ്ങിക്കും, കുറച്ചൊക്കെ വാങ്ങിക്കും ചെയ്യില്ലേ, അതൊക്കെ അല്ലേ. വീടെടുക്കാൻ പ്ലാൻ ഉണ്ടോന്ന്. എൻ്റെ ഭഗവാന്, വീടെടുക്കാനൊന്നും പ്ലാനൊന്നുമില്ല ഇപ്പോൾ. പ്ലാനൊന്നുമില്ല. ദൈവം വിചാരിച്ച് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ ആവും. ലവ് യു ടു. ദിൽഷ ചോദിച്ചിട്ടുണ്ട് പ്ലേസ് എവിടെയാണ്. പ്ലേസ് വരുന്നത് മലപ്പുറത്ത് പരപ്പനങ്ങാടി ഒക്കെ അറിയുണ്ടാവുമോ. പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് വരണം. അരിയല്ലൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചത് ചേർക്കോട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെന്താണ് നിവേദിത ചോദിച്ചിട്ടുണ്ട് ടൂർ എവിടെയാണ് പോയതെന്ന്. ഇപ്പോൾ ലാസ്റ്റ് പോയ ടൂറ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, 2 ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയതാണ്. മൂന്നാർക്ക് ആയിരുന്നു പോയിരുന്നത്. ഒന്ന് കാണണം, സെറ്റാക്കാം. ടാഷ് ചോദിച്ചിട്ടുണ്ട് 96 ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ലവ് വിത്ത് അറേഞ്ച് ആണ് കേട്ടോ. പിന്നെ സോനു കുഞ്ചൂസ് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സോനുവാണ്. കപ്പിൾസ് ആണെന്ന്, കള്ളജാതി കപ്പിൾസ് ആണെന്ന് അറിയില്ല തോന്നുന്നുണ്ട്. ഓ ആയിക്കോട്ടെ മാഡം. സംഗീത ചോദിച്ചിട്ടുണ്ട് അമ്പിളും ഇവിടെ ഹെയർ കെയർ ഒന്ന് പറയുമെന്ന്. ഹെയർ കെയർ ഇപ്പോൾ ഒന്നും പറയാൻ മാത്രമേ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ പാരമ്പര്യമാണ്, അമ്മയ്ക്ക് ഉണ്ടായതിൻ്റെ പാരമ്പര്യമാണ്. എനിക്കെല്ലാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല കേട്ടോ. ജോലി നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. 5 ജോലി നിർത്തിയിട്ടൊന്നുമില്ല, ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. കാണാൻ തോന്നുന്നു ശ്രീ 123. കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നോളൂ, കാണാലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാട്ടോ. ഇപ്പോൾ പഴയ പോലെ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലല്ലോ, എന്തു പറ്റിയെന്ന് കാവ്യ ചോദിച്ചിട്ടുണ്ട്. പഴയ പോലെ എന്താണെന്നാൽ പഴയ പോലെ അങ്ങോട്ട് ആവണില്ല. നമുക്ക് ഓരോ മോൻ്റെ കാര്യമായിട്ട് അങ്ങനെ പോകും. പിന്നെ ഏട്ടനെ അധികം വീഡിയോയിൽ കിട്ടലില്ല. ഏട്ടനെ ജോലിയായിട്ട് ഏട്ടൻ പോകും, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. പക്ഷെ നമ്മൾ വിചാരിക്കും എപ്പോഴും വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ എന്തായാലും നമുക്ക് ശരിയാക്കാം, സെറ്റാക്കാം. മോൻ്റെ നെയിം
ശ്രീമു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോൻ്റെ നെയിം എഡ്വിനാഥം എന്നാണ് കേട്ടോ. ആദൂന്ന് വിളിക്കും വീട്ടിൽ. മോൻ എത്ര ആയിന്ന്? മോന് 3.5 വയസ്സായിട്ടാ. സുഖാണോ? സുഖാണ് കേട്ടോ. ഹസ്ബൻഡ് വെറൈറ്റി മീഡിയ ടോൺ ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇൻസ്റ്റഗ്രാം ഇല്ലേ? ഇൻസ്റ്റഗ്രാം ഉണ്ട് കേട്ടോ. എൻജൽ കിങ് എന്നാണ് പേര്. എന്താ മോൻ്റെ നിക് നെയിം ഒന്ന് പറയുമെന്ന്? പാറു അമ്മൂട്ടി. മോൻ്റെ നിക് നെയിം ആദു എന്നാണ് വിളിക്കുക കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്? വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ, അച്ഛൻ, ചേച്ചി, ഞാൻ കേട്ടോ. ചേച്ചി കല്യാണം കഴിഞ്ഞ് അവൾക്ക് 3 കുട്ടികളായിട്ട് അവിടെയാണ്. ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ. നേരത്തെ കാണിച്ചില്ല, അപ്പം മുന്നിൽ കാണിച്ചിട്ടില്ല. രഞ്ജിനി ശ്രീനിവാസ അത് പറഞ്ഞില്ലേ? ഓക്കെ. അപ്പം ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടില്ല മക്കളെ. വായിച്ചില്ലേ? അമ്പാടി 2 ചോദിച്ചിട്ടുണ്ട്. അമ്മേനെയും അച്ഛനെയും മിസ് ചെയ്യലുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് മിസ് ചെയ്യലുണ്ട് കേട്ടോ. അതൊക്കെ പഴയ കാലം നമ്മളെന്തായാലും നല്ല മിസ് ചെയ്യും. നമ്മൾ വേറൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എന്തായാലും മിസ് ചെയ്യും. അവനവൻ്റെ വീടും സ്ഥലമൊക്കെ എന്തായാലും മിസ് ചെയ്യും. പക്ഷെ അവിടെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടോ കാര്യങ്ങളുണ്ടായിട്ടല്ല. പക്ഷെ നമ്മളെ വീട് പോലെ ആവില്ലല്ലോ എവിടെയായാലും. അത് ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അതിനാൻ ചോദിച്ചിട്ടുണ്ട് 45-77 ചേച്ചീനെ ഒരു എന്താ പറയുക, ഇന്നെ ഒരു ദിവസം കണ്ടിരുന്നു. ചേച്ചീനെ ഒരു ദിവസം ബസ്സിൽ നിന്ന് കണ്ടിരുന്നു. സംസാരിക്കാൻ മടി വന്നു. കുഴപ്പമൊന്നുമില്ല, എന്നെ എവിടെ നിന്ന് കണ്ടാലും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. മടിയൊന്നും കാണിക്കണ്ട, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. മാളൂട്ടി ചോദിച്ചിട്ടുണ്ട് MLT ഗേൾ. യെസ്, MLT ആണ്. MLT പഠിച്ചിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ ആ ജോലിക്കൊന്നും പോകണില്ല കേട്ടോ. പിന്നെ അഭി ചോദിച്ചിട്ടുണ്ട് വീഡിയോസ് ഇടുമെന്ന്. വീഡിയോസ് ഇടാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടാത്ത എന്താന്ന്. അഞ്ചു സാരി രസമുണ്ട് കേട്ടോ. സാരി രസം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണതാണ്. സെറ്റാക്കാം. പിന്നെന്താണ്, നീരജ് ചോദിച്ചിട്ടുണ്ട് ചിരി സൂപ്പറാണ് കേട്ടോ. സൈഡിൽ പല്ലില്ലേ? അതുണ്ടോ? ഇല്ലാത്തതാണ് രസം, ഒരു വെറൈറ്റി. ഇവിടെ പല്ലുണ്ട് കേട്ടോ. പല്ലെന്താ അറിയോ, പറിക്കാൻ വൈകിട്ട് അടി കൂടെ വേറെ പല്ല് വന്നിട്ട് ഈ പല്ല് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ വേറെ ഇങ്ങനെ പോയി പല്ല്, അതുണ്ടായിരുന്നു. പിന്നെ അമ്മു ഏട്ടനിൽ കാണുന്ന നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തിന്നാൻ കൊണ്ടുവരും. എനിക്ക് പുറത്ത് പോയിട്ട് നല്ലോണം ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെ. നല്ല പോലെ തന്നെയാണ് കേട്ടോ. നല്ല പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, സെറ്റാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ലൈഫ് പിന്നെ നമ്മൾ ചീത്തതാണെന്ന് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. ചീത്തതല്ല കേട്ടോ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് ലൈഫ്, കൂടും. ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻസും ആൻസറുകളൊക്കെ എല്ലാവരും പറയാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആൻസറൊക്കെ പറയാം കേട്ടോ. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവർ രണ്ടാളും ഇങ്ങനെ മിണ്ടാൻ നിൽക്കും. ഇവരെ ഞാൻ കൂട്ടത്തിൽ കൂട്ടിയതാണ്, വെറുതെ ഞാൻ അങ്ങനെ ഷെയിം അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്, കാണിച്ചു തരാം. ഏട്ടൻ വെയിലിട്ടതാണ്, ഏട്ടനെ കാണിക്കാത്തതാ. അപ്പം ഇങ്ങനെ തന്നെ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുക. ഇതിലധികം ക്വസ്റ്റ്യൻസ് വന്നത് വീഡിയോ ചെയ്യാത്തത് എന്താണ്, പിന്നെ അമ്മൂൻ്റെ കാര്യങ്ങൾ അധികം ചോദിച്ചിട്ടില്ല. അമ്മൂൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫാൻസ് അമ്മൂൻ്റെ കാര്യങ്ങൾ നമ്മൾ പതുക്കെ റിവീൽ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മുന്നോട്ടേക്ക് റിവീൽ ചെയ്യും കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും ഡെയിലി വീഡിയോ ഇടണ്ട. അപ്പം നിങ്ങളെ മുന്നിലേക്ക് എന്തായാലും ഡെയിലി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. ഇനി നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം, സെറ്റാക്കാം. ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊന്ന് സെറ്റാക്കി കൊണ്ടുവരുന്നത്. എന്താ അറിയോ, എൻ്റെ കയ്യിലൊരു ഫോണുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ വന്നിട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അധികം നമുക്ക് മെസ്സേജൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയെടുത്തത് കേട്ടോ. കുറച്ച് എഴുതിയെടുത്തിട്ടുള്ളൂ, കുറേ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. എന്താണ് ഇങ്ങനെ മെസ്സേജസ് വരുന്നുണ്ട്, എന്താ റിപ്ലൈ തരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂട്യൂബിലും അതേപോലെ വന്ന കുറച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെയാണ് എഴുതിയെടുത്തിട്ടുള്ളത്. കുറേ ചോദിച്ചത് തന്നെയാണ് വീഡിയോസ് ചെയ്യാത്തതും. അതുപോലെ ഓരോ ചോദിച്ചത് തന്നെ വീണ്ടും മോൻ്റെ കാര്യമായാലും അമ്മൂൻ്റെ കാര്യമായാലും വീട്ടിലത്തെ കാര്യമായാലൊക്കെ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ പറയാഞ്ഞിട്ട്. എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വീഡിയോ അതേപോലെ ഞാനൊരു Q&A നമുക്ക് ഇടുന്നതാണ് കേട്ടോ. വീഡിയോ ഡെയിലി ചെയ്യാം, നമുക്ക് സെറ്റാക്കാം. അപ്പം ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടായാലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. ബൈ പറയും.